അമ്പാടി കൊലക്കേസിൽ പ്രതികൾ പിടിയിലായി. എറണാകുളത്ത് നിന്നാണ് പ്രതികൾ പിടിയിലായത്. ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, പറയാം. അല്പസമയം മുൻപാണ് മൂന്ന് പേരെയും രാവിലെ മുതൽ പോലീസിന്റെ സംശയമുനയിൽ ഉണ്ടായിരുന്ന ശ്രീകുട്ടൻ, അജോ, അരവിന്ദ് എന്നീ മൂന്ന് പേരെയും പോലീസ് പിടിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ പോലീസ് ട്രേസ് ചെയ്യുന്ന സമയത്തെല്ലാം ഇവർ എറണാകുളം ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു പോലീസ് പറഞ്ഞത്. എറണാകുളത്ത് നിന്നുമാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഇവരെ പിടിച്ചിരിക്കുന്നത്. എറണാകുളത്ത് വ്യാപകമായ തെരച്ചിൽ ഈ മൂന്ന് പേർക്കും വേണ്ടിയിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ അരവിന്ദിനെ അമ്പാടിയെ വാഹനം പിടിച്ച ശേഷം ഇവർ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായ അന്വേഷണം ഇവർക്ക് വേണ്ടിയിട്ടുണ്ടായി. തുടർന്ന് അല്പസമയം മുൻപാണ് എറണാകുളത്ത് നിന്നും ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഉടൻ തന്നെ ഇവരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരും. അല്പസമയം മുൻപ് ഇവരുടെ വാഹനം അരവിന്ദിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു പോലീസ്. അതുപോലെ തന്നെ ഇവർ വാഹനം ഉപേക്ഷിച്ച് കടന്നത് മുതൽ തന്നെ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അതുപോലെ തന്നെ ഇവരുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തുള്ള അന്വേഷണവുമെല്ലാം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. തുടർന്നായിരുന്നു പോലീസിന് ഇവർ എറണാകുളം ഭാഗത്തേക്കാണ് പോയത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. തുടർന്ന് വ്യാപകമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ മൂന്ന് പേരും പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അമ്പാടിയെ ഇവർ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. ബിവറേജിന് മുമ്പിലുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് എത്തുകയും തുടർന്ന് റാന്നി മന്ദമരുതിയിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു അമ്പാടിയെ ഇവർ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇടിച്ച ശേഷം ഇന്നലെ രാത്രിയാണ് ഈ ഒരു വലിയൊരു അരുംകൊല നടന്നത്. നട റോഡിലെ അരുംകൊല. ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രതികൾക്കായുള്ള അന്വേഷണം സജീവമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഈ ശ്രീരാജ് തുടരുന്നുണ്ട് നമുക്കിപ്പം. ശ്രീരാജ്, നമ്മൾ ഈ ഇന്നലെയും ഇന്നുമായും ഒക്കെ പറഞ്ഞ സംശയത്തിൽ ഉണ്ടായിരുന്ന ആ പ്രതികളിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്, അതോ അവരിൽ കഴിഞ്ഞല്ലാതെ മറ്റാരെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലുണ്ടോ? നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് മൂന്ന് പേരും ആ കാറിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരാണ്. അരവിന്ദൻ, ശ്രീകുട്ടൻ, അജോ എന്നീ മൂന്ന് റാന്നി സ്വദേശികളാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായത്. പക്ഷേ പോലീസിനുള്ള ഒരു സംശയം കേവലം ഇന്നലെ മാത്രം നടന്ന ഒരു വാക്കുതർക്കത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഇവർ കടക്കുമോ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ, ഇവർ തമ്മിലുള്ള കുടിപ്പക എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ, കൂടുതൽ ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യവുമെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ മൂന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ആ മൂന്ന് പേരെ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നീ മൂന്ന് പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇതിൽ അരവിന്ദാണ് വാഹനം ഓടിച്ചത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തതും അരവിന്ദിന്റെ വീട്ടിൽ നിന്ന്, ചേത്തക്കിലുള്ള അരവിന്ദിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസ് അത് കസ്റ്റഡിയിലെടുത്തത്. പോലീസിന് ഇതൊരു കൊലപാതകമാണെന്ന് സംശയം തോന്നാനുള്ള കാരണം ഈ മരണപ്പെട്ട അമ്പാടിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകളാണ്. ഒരു സാധാരണ അപകടത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെക്കാൾ കവിഞ്ഞ് ഒരു ബോധപൂർവമായി കയറ്റി ഇറക്കി എന്നുള്ള നിലയ്ക്ക് ആ അപകടം മാറുമ്പോൾ അതിന്റെ മുറിവുകളും അത്തരത്തിലുള്ള ശരി ശ്രീരാജ, റാന്നി അമ്പാടി കൊലക്കേസിലെ പ്രതികൾ പിടിയിലായിരിക്കുന്നു. എറണാകുളത്ത് നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്.